ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് തക്കാളി ചുട്ടരച്ചൊരു നാടൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാനൊരു പപ്പടക്കോൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പടക്കോലിൽ അങ്ങനെ കുത്തി വെക്കാം കേട്ടോ. ആദ്യം 2 തക്കാളി നമുക്കിങ്ങനെ കുത്തി എടുക്കാം. നമുക്കത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുപ്പത്ത് നല്ല കനലൊക്കെ ഉണ്ട്. ഞാൻ വെള്ളം വെച്ചതായിരുന്നു. അപ്പോൾ ഈ കനലിൽ നമുക്കിത് ചുട്ടെടുക്കാം. ശരിക്കും നല്ല കനലിൽ അങ്ങ് വെച്ച് കൊടുത്ത് കുറച്ച് സമയം വേവൊക്കെ ഉണ്ട് കേട്ടോ അതിന്. പിന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മളത് കനലൊക്കെ അതിൻ്റെ മൂടി കൊടുത്തിട്ട് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണേ. നമുക്കിനി അതൊന്ന് തിരിച്ച് കൊടുക്കണം. ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. ഒന്ന് മറിച്ചൊക്കെ ഇട്ട് വെച്ച് കൊടുക്കണം. അത് നല്ല സോഫ്റ്റ് ആയിക്കിട്ടും. വെന്താലും നമുക്ക് വേഗം അറിയാൻ പറ്റും കേട്ടോ. അധികം ആവും ചെയ്യണ്ട. എന്നാലും കുറച്ച് സമയമൊക്കെ വേവൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതേത് വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയമൊക്കെ ആയി ഇത് വെച്ചിട്ട് ഒന്ന് പൊട്ടി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ കൈകൊണ്ട് ഞെക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി കാണാം. ശരിക്കും നമുക്ക് അതാ കണ്ടോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ. നമുക്കിതൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് തൊലിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പൈപ്പിൻ്റെ ചോട്ടിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ആ വെണ്ണീരൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം ഇനി കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു ചമ്മന്തിയാണ്. അമ്മിമ്മൽ ഇങ്ങനെ ചുട്ടിട്ട് കനലിൽ ചുട്ടിട്ട് അമ്മിമ്മലൊക്കെ ഇങ്ങനെ അരച്ച് തന്നിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്നൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രത്യേകതയായിരുന്നു. അത് നമുക്ക് പച്ച വെളിച്ചെണ്ണയൊക്കെ തുളിച്ചിട്ട് ഇങ്ങനെ തക്കാളിയൊക്കെ അരച്ച് തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. സ്കൂളിൽ പോകുമ്പോഴൊക്കെ പിന്നെ നമ്മൾ ചോറിനൊക്കെ കൂട്ടാനായിട്ട് കൊണ്ടുപോയി ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തൊലിയൊക്കെ ചെത്തിയിട്ടുണ്ട്. നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഞെട്ടിയൊന്ന് നമുക്ക് കളയാണ് കേട്ടോ. ഇനി നമുക്കിത് പറിച്ചെടുത്ത കാന്താരി മുളകും പിന്നെ അതുപോലെ ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി ഉണ്ട്, ചെറിയ 4 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ശരിക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ശരിക്കൊന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ തുളിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് തുളിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ തുളിച്ച് നമ്മൾ ഒരു ചമ്മന്തിയിലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കൊന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ല തക്കാളി ചുട്ടരച്ച് നല്ല ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂട്ടാനും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.